സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മണിസ്വാമി. സ്വാമി ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തവർ കുറച്ച് പേരുണ്ട്. സ്വാമിയുടെ പേരെന്തുവാ? മണിയൻ. മണിയൻ അതോ മണിയെന്നോ? മണിയൻ സ്വാമി. മണിയൻ അപ്പൂപ്പൻ, മണിയൻ കുട്ടിച്ചാത്തൻ എന്നറിയപ്പെടും. സ്വാമിയുടെ ശരിക്കും നമ്മുടെ ഈ ഒരു സ്ഥലം വരുന്നത് എവിടാ? കൊട്ടാരമലക്കാവ്, അതായത് വാളകം മേഴ്സി ഹോസ്പിറ്റൽ ജംഗ്ഷൻ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ അഡ്രസ്സ് ഒന്നുകൂടെ പറയാം. അതായത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വാളകം മേഴ്സി ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു കാവ് സ്ഥിതി. അതായത് മേഴ്സി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശം അല്ലേ? കറക്റ്റ് പറഞ്ഞാൽ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശം വരും. ഈ MGL റെഡിമിക്സ് പ്ലാന്റിൻ്റെ തൊട്ടടുത്ത്. അതായത് മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കവല റൂട്ടിൽ ഏകദേശം മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 200 മീറ്റർ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട്. ആ വഴിയാണ് MGL റെഡിമിക്സ് പ്ലാന്റ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും മതി, MGL റെഡിമിക്സ് പ്ലാന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കിട്ടും. അപ്പോൾ അവിടുന്ന് ആ ലെഫ്റ്റ് കയറി വരുന്നത് നമ്മുടെ ഈ ഒരു കാവിൻ്റെ വാതിക്കലിലാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വഴി അങ്ങനെ വലിയതായിട്ട് തെറ്റാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് അവിടെ തൊട്ടടുത്തൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ നല്ല മനസ്സുള്ള നല്ല മനുഷ്യർ ഈ വഴി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിനകത്ത് മോശമായിട്ടുള്ള ആളുകൾ മോശമായ രീതിയിൽ സംസാരിക്കുക, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ സ്വാമി? അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ സ്വാമി ഇത് എത്ര വർഷമായിട്ടുണ്ട് സ്വാമി നമ്മുടെ ഈ ഒരു കാവ്? എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഇപ്പം ഞാൻ ഏറ്റെടുത്തത് 35 വർഷം. ഇപ്പോൾ 35 വർഷമായിട്ട് സ്വാമിയുണ്ട്. അപ്പം നമ്മുടെ ഇപ്പം എങ്ങനെയുണ്ട്, ആളുകളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ആളുകൾ ഇപ്പോൾ എനിക്ക് നിൽക്കാൻ പോലും സമയമില്ല. അതാ. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഞായറാഴ്ച രാവിലെ എത്ര മണി തൊട്ടാ? രാവിലെ 6 മണി തൊട്ട്. ഞായറാഴ്ച രാവിലെ 6 മണി മുതലുണ്ട്, വൈകുന്നേരം തീരുന്നിടം വരെ. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നിടം വരെയാണ് സ്വാമി ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാവിലുള്ളത്. പിന്നെ തിങ്കൾ മുതൽ ശനിയാഴ്ച വരോ? അത് 1 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി തൊട്ടേ ഉള്ളൂ ഇനി. അപ്പം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 1 മണി മുതലേ ഉള്ളൂ. അപ്പം വൈകുന്നേരം അത് തീരുന്നിടം വരെ, അതും തീരുന്നിടം വരെ. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും പോരാം. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 1 മണി മുതലാണ് ഈ കാവിൽ സ്വാമി ഉള്ളത്. അപ്പം ആർക്കും ഇനി സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ സ്വാമി ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ സ്റ്റാർട്ട് ഉണ്ട് അല്ലേ? ഞായറാഴ്ച രാവിലെ 6 മണിക്ക് സ്വാമി കാവിലെത്തും. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തുക. പിന്നെ അത്യാവശ്യം വരുന്നവരൊക്കെ നമ്മുടെ ഒരു കാവായതുകൊണ്ട് എണ്ണ തിരി അങ്ങനെയൊക്കെ ഒരു കാവിൻ്റെ ഇതുണ്ട്, മുറുക്കാനും കർപ്പൂരം അങ്ങനെയൊക്കെയുള്ള കാവുകളിലേക്ക് കൊണ്ടുവരാം. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സ്വാമി? സുഖമായതിനു ശേഷം നിങ്ങൾ അത്യാവശ്യം പട്ട് മരുന്ന് കാര്യങ്ങളൊക്കെ കരിക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കാവിൽ നേർച്ചയൊക്കെ നടത്താം. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് കൊണ്ട് ഒരുപാട് പേരുടെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും പോയി ഒരുപാട് രൂപ കളഞ്ഞ ആളുകളാണ് അവരും പലയിടത്തും പോയി, ഒരുപാട് പേര് പലയിടത്തും പോയി പൈസയൊക്കെ പോയവരും. ഏകദേശം മകൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ 45,000 രൂപ പൂജ നടത്തിയ മകൻ്റെ കല്യാണം നടക്കും, മോക്കടെ കല്യാണം നടക്കും, 50,000 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ലക്ഷങ്ങൾ പോയി, ഏകദേശം 4 ലക്ഷം രൂപ വരെ പോയ ആളുകൾ നമ്മുടെ ഈ ഒരു കാവിലെത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇവരെ ആരെയും ഇവിടെ എത്തുന്നവരുടെ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. നമ്മൾ പലയിടത്തും പോയി പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകളാണ് നമ്മുടെ ഈ ഒരു ചെറിയ കാവ് തേടി എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ കാവാണ്. ഈ ചെറിയ ഒരു കാവ് നോക്കി വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഒരു വെയിലും മഴയും കൊണ്ടിട്ട് ഉള്ള ഈ ഒരു നമ്മുടെ ഒരു കുട്ടിച്ചാത്തൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പല്ലി. അപ്പം നമ്മൾ വലിയ ഈ പറഞ്ഞൊരു ബിസിനസ്സായിട്ട് നടത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് വരുന്നവർക്ക് അല്പം വെയിൽ കൊണ്ടൊക്കെ പുറത്തൊക്കെ ഇരിക്കേണ്ടി വരും അല്ലേ? വെയിലും മഴയൊക്കെ കൊണ്ട് ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ നനഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാര്യം അമ്പലമായിട്ട് കെട്ടാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കുട്ടിച്ചാത്തിന് വെയിലും മഴയൊക്കെ കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ആണല്ലേ? ഓക്കെ. സമയം അപ്പോൾ ഒരുപാട് പേർക്ക് സുഖമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇവിടെ വന്ന് റെഡി ആകുന്നവരുടെ വീഡിയോ കാണുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം എടുക്കാത്തതല്ലേ? നമ്മളങ്ങനെ വേണ്ട, കണ്ടാൽ മതി. അത് നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ അവരുടെ വീഡിയോ എടുത്ത് നമ്മൾ വീണ്ടും മറ്റുള്ളവരെ കാണിക്കുന്നില്ല അല്ലേ? നമ്മൾ ആരെയും അങ്ങനെ
നമ്മൾ എടുക്കാത്തതാണ് കാര്യം ഒരുപാട് പേർക്ക്. അപ്പോൾ നമ്മൾ അവരെ വീണ്ടും നമ്മൾ വീഡിയോ എടുത്ത് ഇവിടെ വരുന്നവരുടെ വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാവ് അവർ പലയിടത്തും പോയിട്ട് അവിടെ വരുന്നത്. പിന്നെ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ മനഃപൂർവ്വം നമ്മൾ എടുക്കാത്തതാണ്. അതുകൊണ്ടാണ് കൂടുതലും ശരിക്കും നമ്മളെ തേടി എത്തുന്നത് ആൾക്കാരല്ലേ. നമ്മുടെ സ്വാമിയുടെ വീഡിയോ നമ്മുടെ കാവിൻ്റെ വീഡിയോ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കത്തുള്ളൂ. നമ്മുടെ ഇവിടെ വരുന്ന ആരുടെയും വീഡിയോ നമ്മൾ എടുക്കാറില്ല ധൈര്യമായിട്ട്. അതുകൊണ്ട് ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്തുന്നുണ്ട്. എൻ്റെ കാവ്യ വരുക അതാണ് എന്നെ കാണാൻ എന്നുള്ളത് എൻ്റെ കാവ്യ വരുക. സ്വാമിയെ കാണണമെങ്കിൽ നമ്മുടെ കാവിലെത്തണം. കാര്യങ്ങൾ നമ്മൾ പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തു തരും അല്ലേ. നമ്മൾ അപ്പൂപ്പനെ വിളിച്ച് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. അതല്ലേ സ്വാമി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം. വയനാട് പല സ്ഥലത്തും അയ്യോ അത് നമ്മൾ പറയാൻ വിട്ടു. നമ്മൾ കണ്ണൂർ, കാസർഗോഡ്, ബാംഗ്ലൂർ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സ്വാമിയെ കാണാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ആളുകൾ എത്തി ഇല്ലേ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിയ സ്വാമി, അതായത് ഞാൻ ഈ സ്വാമിയെ ശരിക്കും പറഞ്ഞാൽ പുറം ലോകത്ത് എത്തിക്കാൻ താമസിച്ചു പോയി, വൈകിപ്പോയി. കാര്യം ഒരുപാട് പേരുടെ ലക്ഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരുപാട് പേരുടെ ലക്ഷങ്ങളാണ് പോയിരിക്കുന്നത്. കാര്യം പലയിടത്തും പോയി ഈ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർ മക്കൾക്ക് ജോലി കിട്ടും, മക്കൾക്ക് കല്യാണം കിട്ടാൻ വേണ്ടി പലയിടത്തും പോയി പൈസ കളഞ്ഞവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാവിലേക്ക് എത്തുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. വയനാട്, കണ്ണൂർ, പിന്നെ കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ, പിന്നെ എറണാകുളം, ബാംഗ്ലൂർ, കർണാടക. അയ്യോ അതാ കർണാടകയിൽ നിന്ന് പോലും നമ്മുടെ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് താമസിച്ചുകൊണ്ട് ആളുകൾ നമ്മുടെ ഈ ഒരു ചെറിയ കാവ് കാണാൻ എത്തി. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ. അതിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണ്. കാര്യം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ സ്വാമിയെ പുറം ലോകത്ത് എത്തിച്ചത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതൊരു ഗുണമായി എന്നുള്ളതാണ്. തിരുവനന്തപുരം, പാറശാല, അതിൻ്റെ അപ്പുറം സ്ഥലങ്ങൾ മൊത്തം കന്യാകുമാരി വരെ ഇവിടെ വന്ന് ഏകദേശം എല്ലാവർക്കും നമുക്ക് ഈ ഒരു സ്വാമിയെ നമ്മൾ 4 പേരെ അറിയിച്ചത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് ഗുണമുണ്ടായി. കാര്യം കന്യാകുമാരി, പാറശാല നിന്നൊക്കെ വളർന്നോ. പാറശാലയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എറണാകുളം, തൃശ്ശൂർ, അപ്പം എവിടെ നിന്നൊക്കെ വരാൻ പറ്റും അവിടെ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ റെഡിയായി പോകുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് നമുക്ക് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം അല്ലേ സ്വാമി. കാവ് കാണാൻ എത്തിയത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാത്തത്. അതുകൊണ്ട് ആർക്കും വേറെ ഒന്നും തോന്നരുത്, നമ്മളതാണ്. അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടെ സ്ഥലം പറഞ്ഞുതരാം. അതായത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വാളകം മേഴ്സി ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു ചെറിയ കാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ MGL റെഡിമിക്സ് പ്ലാന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു കാവ് വരുന്നത്. ചെറിയ ആ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ നമ്മുടെ ഈ ഒരു കാവിലേക്ക് എത്താൻ പറ്റും. അപ്പം ഞായറാഴ്ച 6 മണി മുതൽ വൈകുന്നേരം ആളുകൾ തീരുന്നിടം വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും പോരുക.